നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം അഡ്രിയാൻ ലൂണ വളരെ വിശദമായിട്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്തുള്ള അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹവും മിക്കായിൽ സ്റ്റാഴയും ആ അഭിമുഖത്തിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഒരു ചോദ്യം, നിങ്ങൾ ഈ സീസണിലെ ബിഗ്ഗസ്റ്റ് ചലഞ്ചായിട്ട് കാണുന്നത് എന്താണ്? വിച്ച് ടീം വുഡ് യു സേ ഇൻ യുവർ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ദിസ് സീസൺ? ഏത് ടീമായിരിക്കും ഈ സീസണിലെ ബിഗ്ഗസ്റ്റ് ചലഞ്ച്? അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക, എല്ലാ ടീമുകളും ബുദ്ധിമുട്ടാണ്, എല്ലാ ടീമുകളും നേരിടുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. പക്ഷേ സെർട്ടൻലി നമ്മൾ ബംഗളൂരു എഫ് സിക്കെതിരെ കളിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആകും. അവർക്കെതിരെ നമുക്ക് ചില ഹിസ്റ്ററി ഉണ്ട്, ചില കണക്കുകളുണ്ട്. സോ ഐ തിങ്ക് വെൻ വി ക്ലാഷ് അഗെയിൻ ഇറ്റ് വിൽ ബി സ്പൈസി. വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ വീണ്ടും സ്പൈസി ആവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലൊക്കെ ബംഗളൂരു എഫ് സിയെക്കുറിച്ച് ആരാധകർക്കിടയിൽ നിന്ന് ചോദ്യം വന്നതൊക്കെ നമ്മൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ താരവും അത് തന്നെ പറയുന്നു, എല്ലാ ടീമുകൾക്കെതിരെ കളിക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. പക്ഷേ സെർട്ടൻലി ബംഗളൂരു എഫ് സിക്കെതിരെ നമുക്ക് ചില ഹിസ്റ്ററി ഉണ്ട്. സോ അവർക്കെതിരെ ഇനി വീണ്ടും കളിക്കുമ്പോൾ വീണ്ടും അത് സ്പൈസി ആകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ബിഗ്ഗസ്റ്റ് ചലഞ്ചായിട്ട് അദ്ദേഹം കാണുന്നത്. അതോടൊപ്പം അദ്ദേഹത്തോട് മറ്റൊരു ചോദ്യം വന്നത്, ഡ്യൂറൻ കപ്പിൽ നമുക്ക് ലൂണയിൽ നിന്ന് ആ ഒരു മാജിക്കൽ ടച്ചുള്ള ഗോളുകളൊന്നും കാണാൻ പറ്റിയില്ല. ഫാൻസ് വീണ്ടും നിങ്ങൾ ഷൈൻ ചെയ്യുന്നത് കാണാൻ വേണ്ടി, നിങ്ങൾ തിളങ്ങുന്നത് കാണാൻ വേണ്ടി കാത്തിരിപ്പാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു യെസ്. പക്ഷേ പ്രധാനപ്പെട്ട എയിം എന്താണ്? ടീം വിജയിക്കുക, അതിനുവേണ്ടി ടീമിനെ സഹായിക്കുക എന്നുള്ളതാണ്. ആര് സ്കോർ ചെയ്യുന്നു, ആര് അസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. ഫുട്ബോൾ എന്ന് പറയുന്നത് സ്കോറിങ്ങിനേക്കാൾ അപ്പുറമാണ്. സ്കോറിങ് മാത്രമല്ല, മോർ ദാൻ ജസ്റ്റ് സ്കോറിങ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹോൾ ടീം ഏറ്റവും മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.